BMS പ്രവർത്തകനായ കൊല്ലം കടയ്ക്കൽ കുതിരപ്പാലത്ത് രാധാകൃഷ്ണപിള്ളയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണന് ജീവപര്യന്തം കഠിന തടവും പിഴയും വിധിച്ചു. കൊല്ലം 4th അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2019 മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം. ഇവരുമായി മനോജ് ചേരുകയാണ്. മനോജ്, കോടതി വിധിയുടെ വിശദാംശങ്ങൾ. BMS പ്രവർത്തകനായ കൊല്ലം കടയ്ക്കൽ കുതിരപ്പാലത്ത് രാധാകൃഷ്ണപിള്ളയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിക്കിപ്പോൾ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണനാണ് ജീവപര്യന്തം കഠിന തടവും പിഴയും വിധിച്ചത്. മനോജ്, വിധിയുടെ വിശദാംശങ്ങൾ. കൊല്ലത്ത് BMS പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണനാണ് ഈ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 2019 മെയ്യിലാണ് ഈ കുതിരപ്പാലത്തിന് സമീപത്ത് വെച്ച് രാധാകൃഷ്ണ പിള്ളയെ ഇവർ കുത്തിക്കൊലപ്പെടുത്തുന്നത്. അതായത് വ്യക്തിവൈരാഗ്യം കാരണമാണ് ഈ ഉണ്ണികൃഷ്ണനും പിതാവ് ശശിധരൻ പിള്ളയും ചേർന്ന് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത്. ഭാര്യയുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ ആക്രമണം നടത്തിയത്. അതായത് ഈ രാധാകൃഷ്ണ പിള്ള ബൈക്കിൽ ആദ്യം വീട്ടിലേക്ക് വരുന്ന വഴിയിൽ തടഞ്ഞു നിർത്തുകയായിരുന്നു. പിന്നീട് അവിടെ നിന്നും ചെറിയൊരു തർക്കമുണ്ടായ ശേഷം തിരികെ ഭാര്യയുമായി വരുന്ന വഴിയിലാണ് വീണ്ടും ഒരു സംഘർഷം ഉണ്ടായത്. വീണ്ടും ഈ പിതാവും അതുപോലെ തന്നെ മകനായിട്ടുള്ള ഉണ്ണികൃഷ്ണനും ചേർന്ന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് കൊല്ലം കടയ്ക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. തുടർന്ന് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ജില്ലാ സെഷൻസ് കോടതി 4th സെഷൻസ് കോടതിയാണ് ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഒന്നാം പ്രതിക്ക് നിലവിൽ ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത്. അതേസമയം തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള ഈ ശശിധരൻ പിള്ള ഈ കൊല നടത്തിയതിൽ മറ്റ് തെളിവുകളൊന്നും ഇല്ല എന്ന് കണ്ട് ആണ് കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. എന്തായാലും ഒന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവപര്യന്തം കഠിന തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ BMSന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഈ രാധാകൃഷ്ണ പിള്ള. ആ കാലത്ത് തന്നെ മറ്റ് സംഘപ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഈ രാധാകൃഷ്ണ പിള്ളയെയാണ് ഇത്തരത്തിൽ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയിട്ടുള്ളത്. ലോഡിംഗ് തൊഴിലാളിയായിരുന്നു. ഈ ഒരു കൊലപാതകം നടന്ന ശേഷം നിരവധി സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. കടയ്ക്കൽ പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം മുന്നോട്ട് പോയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ കോടതി ഇപ്പോൾ ഒന്നാം പ്രതിയെ ജീവപര്യന്തത്തിന് വിധിച്ചിട്ടുള്ളത്. ശരി, കൊല്ലത്തിന് മനോജാണ് വിവരങ്ങൾ നൽകിയത്.